بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب من برك على ركبتيه عند الإمام أو المحدث. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുഹദ്ദിസിൻ്റെ അതുപോലെ ഉസ്താദിൻ്റെ അടുക്കൽ വച്ച് ദർസ് പഠിക്കുമ്പോൾ അവരുടെ വക്കൽ നിന്ന് ഇൽമ് കരസ്ഥമാക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ ഉസ്താദിനിക്ക് ഗുരുവിനിക്ക് ദേഷ്യം പിടിക്കേണ്ടി വരും. അങ്ങനെ ദേഷ്യം പിടിക്കേണ്ടി വരുമെന്നാണ് മുമ്പത്തെ ബാബിൽ പറഞ്ഞത്. അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ഘട്ടത്തിൽ ശിഷ്യന്മാർ അദബോടുകൂടെ വളരെ മര്യാദയോടുകൂടെ ആ ദേഷ്യം മാറാനുള്ള, ദേഷ്യം നീങ്ങിപ്പോകാനുള്ള നിലക്കുള്ള പെരുമാറ്റം പെരുമാറണം. നമുക്ക് ദേഷ്യം കഴിഞ്ഞ് ഒരാഴ്ചയാണ് കഴിഞ്ഞോട്ട് എന്നിട്ട് ദർസ് പോവാ, എന്നിട്ട് ദിവസം പോയാൽ മതി എന്ന ചിന്തയല്ല വേണ്ടത്. പെട്ടെന്ന് അതിനിക്ക് ഉസ്താദിൻ്റെ ദേഷ്യം മാറാൻ എന്തൊരു പ്രതിവിധിയാണോ ചെയ്യേണ്ടത് എങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്നതാണ് ഈ ബാബ് കൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത്. ബാബുമൻ ഒരു മഹാനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. നിങ്ങളുടെ മഹാനാണ് ബറക്ക, അവര് മുട്ടുകുത്തി, അലാ റുക്ബത്തൈഹി അവർ രണ്ട് മുട്ടിൻ്റെ മേലിൽ മുട്ടുകുത്തി, ഇൻദൽ ഇമാമി ഭരണാധികാരിയുടെ അടുക്കൽ, അവിൽ മുഹദ്ദിസി അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന ഗുരുവിൻ്റെ അടുക്കൽ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വരാൻ പോകുന്ന ഹദീസിൽ നിന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദേഷ്യം വന്നപ്പോൾ ആ ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ട് മുട്ടിൻ്റെ മേലിൽ മുട്ടുകുത്തി, റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാം ദീനാ വബിമുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ എന്ന് ചൊല്ലി എന്നുള്ളതാണ്. അവിടെ റസൂലുള്ള എന്ന് പറയുന്നത് കൈതല്ല, ഉമർ എന്നതും കൈതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം പിടിച്ചപ്പോൾ അത് ശമിപ്പിക്കാൻ വേണ്ടി വളരെ താഴ്മയോടുകൂടെ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ നിലക്കും അനുസരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. ഞങ്ങളെ വക്കൽ നിന്ന് എന്ത് പോരായ്മ ഒന്നിക്കുകയാണെങ്കിലും തങ്ങളത് പൊരുത്തപ്പെട്ടു തരണം. നിങ്ങൾക്ക് 100% ഞങ്ങൾ കീഴടങ്ങി എന്നാണ്. ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറയുന്നതാണ്. ആ ആയുധം വെച്ച് കീഴടങ്ങുന്ന, അതുപോലെ 100% കീഴടങ്ങി എന്ന് വരുത്തുന്ന ആ പ്രവൃത്തി ചെയ്തത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അത് റസൂലുള്ളാഹിന്റെ മുമ്പിലാണ്. പക്ഷെ റസൂല് എന്ന് പറയുന്ന കൈദ് അവിടെ ബാധകമല്ല. പിൽക്കാലത്തുള്ളവർക്ക് അവരുടെ ഇമാമ് അല്ലെങ്കിൽ അവരുടെ ഗുരുവായ മുഹദ്ദിസ് അവരുടെ മുമ്പിലും അത് ബാധകമാണ്. അവർക്കത് കീഴടങ്ങി കൊടുക്കണം എന്ന് വരുത്തിയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ബാബ് കൊണ്ട്. അതാ ഇൻദൽ ഇമാമി അവിൽ മുഹദ്ദിസീന, അവിടെ ഇന്ദ റസൂലില്ലാഹി എന്ന് പറഞ്ഞില്ല, ആമാക്കി വിട്ടു. വളരെ അദബ് പഠിപ്പിക്കുന്ന ബാബാണത്. ഈ അദബ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا أبو اليماني قال أخبرنا شعيب عن الزهري قال أخبرني أنس بن مالك رضي الله عنه وعنهم أن رسول الله صلى الله عليه وسلم خرج
فقام عبد الله بن حذافة فقال من نبي فقال أبوك حذافة ثم أكثر أن يقول سلوني فبرك عمر على ركبتيه فقال رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا. ഈ സനദിലുള്ള റാവിമാർ എല്ലാവരും സംബന്ധിച്ചും മുമ്പ് വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടവരാണ്. എല്ലാവരെയും ചർച്ചകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി ധാരാളം സ്ഥലത്ത് 8 സ്ഥലത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. حدثنا أبو اليمان قال أخبرنا شعيب عن الزهري قال أخبرني أنس بن مالك رضي الله عنهم പറഞ്ഞ ഹദീസുമാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറജ റസൂലുള്ള പുറപ്പെട്ടു. ഫഖാമ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഫഖാല റസൂലുള്ള പറഞ്ഞു മൻ നബി അല്ല ഫഖാല അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു മൻ നബി എൻ്റെ പിതാവ് ആര്? ഫഖാല റസൂലുള്ള പറഞ്ഞു അബൂക ഹുദാഫ. സുമ്മ അക്സറ റസൂലുള്ളാഹി തങ്ങൾ അധികരിപ്പിച്ചു അൻ യഖൂല റസൂലുള്ള പറയലിനെ സലൂനി ചോദിച്ചോളി, നിങ്ങൾ എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളി. അങ്ങനെ സലൂനി സലൂനി എന്ന് ചോദിച്ച് റസൂൽ ആരെന്ത് ചോദിച്ചാലും ഉടനെ മറുപടി കൊടുക്കുകയാണ്. സ്വഹാബത്തിനറിയാം എന്ത് രഹസ്യങ്ങളും എന്ത് കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് വന്നാൽ അത് സത്യത്തായിരിക്കും സത്യം. അതിൻ്റെ അപ്പുറം ഒരു സത്യം പറയുന്ന ഒരാളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ എന്നോട് എന്ത് തന്നെ ചോദിച്ചാലും അത് മുഴുവനും എനിക്കറിയും. എനിക്കതിൻ്റെ ഹുളൂറുണ്ടായിട്ടുണ്ട്, അത് മുഴുവനും എനിക്ക് അറിയിച്ചു തരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സലൂനി സലൂനി എന്ന് ചോദിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ദേഷ്യത്തോടു കൂടെയാണ്. അപ്പോൾ ആ ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ടി ഫബറക ഉമറു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മുട്ടുകുത്തി അലാ റുക്ബതൈഹി അവിടെ 2 മുട്ടിൻ്റെ മേലിൽ മുട്ടുകുത്തിയിരുന്നു. മുട്ടുകുത്തി അവിടെ ഇരുന്നു, കീഴടങ്ങിക്കൊടുത്തു. എന്നിട്ടോ ആ പ്രത്യേക രീതിയിൽ മുട്ടുകുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വളരെ തവാളുവോട് കൂടെ ഇരുന്നു. ഫഖാല എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ എന്ന് ചൊല്ലി. ആ ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാതിരുന്നു, ദേഷ്യം അമർന്നു. നബി തങ്ങൾ സലൂനി എന്നുള്ള ആ ദേഷ്യം പിടിച്ചിട്ട് ചോദിച്ചോളടാ എന്നുള്ള ആ പറച്ചിൽ നിർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തനാവുകയും ചെയ്തു. ഇവിടെ ഈ ഹദീസിലുള്ളത് റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീനാ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ. ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണോ അതല്ല റാബിമാർ മുഹദ്ദിസീങ്ങൾ നബി തങ്ങളുടെ പേര് പറയുമ്പോൾ അതത് ഹദീസിൽ വാരിതാണെങ്കിൽ നബിൻ്റെ പേര് വെക്കുമ്പോൾ സലാത്തിലല്ല ചൊല്ലിയതാവണോ? രണ്ടുമായേക്കാം. അത് ഹദ്ദാദിലൊക്കെ ഉള്ളത് റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീന ബിമുഹമ്മദിൻ നബിയ്യാ. അവിടെ ചില ഹദീസ് വേറെ ഹദീസ് വരാൻ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതേ ഹദീസ് പറഞ്ഞത് മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസ് ദിക്റാക്കുമ്പോൾ അവിടെ ചെല്ലണം എങ്ങനെ റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ എന്നുണ്ട്.
അപ്പോൾ ഓരോരോ സ്ഥലത്ത് വാരിദായത് എങ്ങനെയാണോ അങ്ങനെയാണ് ചെല്ലേണ്ടത്. ഇപ്പോൾ ഹദ്ദാദിൽ ബഹുമാനപ്പെട്ട ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാന്നേ ഉള്ളൂ. അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊള്ളണം. നബി തങ്ങളെ പേരിട്ട് സ്വലാത്ത് ഇല്ലാത്തവന് ഹയാ ഇല്ലാത്തവനാണ്. അപ്പോൾ അത് വാരിദാണോ അല്ലേ എന്നുള്ള എല്ലാവരും ചർച്ച. നബിൻ്റെ പേര് കേട്ടോ കേട്ടില്ലേ എന്നുള്ളതാണ്. ഇവിടെ നബിയൻ വ റസൂല എന്നാണ് കൊടുക്കണോ കൊടുക്കണ്ടേന്നാ. ഈ റിവായത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെല്ലുകയും നബി തങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്യും. നബി തങ്ങളെ കേട്ടല്ലോ, നബിൻ്റെ അംഗീകാരമുള്ള ദിക്റാണല്ലോ. ആ ദിക്റാണോ ചെല്ലുന്നത് എങ്കിൽ അവിടെ നബിയൻ എന്ന് മതി, റസൂൽ എന്ന് വേണ്ട. ദാക്ക തുഅമൽ ഈമാൻ എന്ന് പറഞ്ഞ ഹദീസിട്ടാണോ അമൽ ചെയ്യുന്നോ അപ്പോൾ എന്ത് വേണം, നബിയൻ റസൂൽ എന്ന് കൂട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോന്നും വാരിദായി എടുത്ത് വാരിദായത് ചെയ്യാം.